ഹരേ രാമാം ഹരേ കൃഷ്ണ. എല്ലാവർക്കും നമസ്കാരം. കർക്കിടക വാവ് കഴിയുന്നതോടെ ഞാനീ പറയുന്ന രണ്ട് രാശികളിൽപ്പെട്ട 6 നക്ഷത്ര ജാതകരെ തേടി കോടീശ്വര യോഗമെത്തും. അതായത് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങളാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്. 2 രാശിയിൽപ്പെട്ട ആളുകൾക്കാണ് ഈയൊരു സൗഭാഗ്യം വന്നു ചേരുക. അതായത് തുലാം രാശിയിൽപ്പെട്ട ചിത്തിര, ചോതി, വിശാഖം എന്നീ 3 നക്ഷത്ര ജാതകർക്കും, അതുപോലെ തന്നെ മകരം രാശിയിൽപ്പെട്ട ഉത്രാടം, തിരുവോണം, അവിട്ടം എന്നീ 3 നക്ഷത്ര ജാതകരും കൂടി 6 നക്ഷത്ര ജാതകർക്കാണ് ഈയൊരു ശനി വക്രത്താൽ തന്നെ സൗഭാഗ്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുവാൻ പോകുന്നത്. അതായത് ജ്യോതിഷപ്രകാരം ശനി ഭഗവാന്റെ വക്രഗതിയും കർക്കിടക വാവും ഒന്നിച്ചു വരുന്ന ഈയൊരു അപൂർവ കാലയളവിൽ ഞാനീ പറഞ്ഞ തുല, മകരം രാശിയിൽപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങളും സാമ്പത്തികമായ അഭിവൃദ്ധിയും വന്നു ചേരും. അതുപോലെ തന്നെ ശനി മീനം രാശിയിൽ വക്രഗതിയിൽ സഞ്ചരിക്കുന്ന 137 ദിവസങ്ങളിൽ ചില പ്രത്യേക ഭാവങ്ങളിൽ വരുന്ന നക്ഷത്ര ജാതകർക്കാണ് കോടീശ്വര യോഗത്തിന് തുല്യമായ ഗുണഫലങ്ങൾ വന്നു ചേരുക. ഇനി ഏതൊക്കെ നക്ഷത്ര ജാതകരാണ്, ഏതൊക്കെ രാശിയിൽപ്പെട്ട ആളുകളാണെന്നും നോക്കാം. ആദ്യം തുലാം രാശിക്കാരാണ്. ചിത്തിര അവസാന പകുതി, ചോതി, വിശാഖം ആദ്യത്തെ മുക്കാൽ ഭാഗം ഉൾപ്പെടുന്ന തുലാം രാശിക്കാരായ നിങ്ങൾക്ക് ശനി 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നതിനാൽ കടബാധകൾ തീർക്കുവാനും രോഗാദി ദുരിതങ്ങളിൽ നിന്നും ശത്രുദോഷങ്ങളിൽ നിന്നും ആശ്വാസം ലഭിക്കുവാനുള്ള വഴിയൊരുങ്ങുന്നതാണ്. അതായത് കർക്കിടക വാവ് എന്നത് കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ പ്രതീക്ഷകൾ വിരിയുന്ന ഒരു സമയമാണെന്ന കാര്യത്തിൽ യാതൊരു രീതിയിലുമുള്ള തർക്കവും വേണ്ട. വളരെ നാളുകളായി നിങ്ങളുടെ മനസ്സിനെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം തെളിയുന്നതാണ്. അതുപോലെ തന്നെ ആത്മവിശ്വാസം വീണ്ടെടുക്കുവാനും കഴിയും. പ്രധാനമായും നിങ്ങൾ ഇതുവരെ ചെയ്ത പരിശ്രമങ്ങൾക്ക് ഫലം കണ്ടു തുടങ്ങുന്ന ഒരു കാലഘട്ടമാണ്. ജോലിസ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെടുകയോ അതുമല്ലെങ്കിൽ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയോ കരിയറിൽ വളരെ വലിയ മുന്നേറ്റത്തിന് സഹായകരമായ അവസരങ്ങൾ ലഭിക്കുകയോ ചെയ്യും. ജോലി തേടുന്ന ആളുകൾക്ക് നല്ല വാർത്തകൾ കേൾക്കുവാനുള്ള ഭാഗ്യമുണ്ട്. സാമ്പത്തികമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് വിവേകത്തോടെ മുന്നോട്ട് പോയാൽ സ്ഥിരത വർദ്ധിപ്പിക്കുവാൻ സഹായകരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ കഴിയുന്ന ഒരു സമയമാണ്. കുടിശ്ശികയായി ലഭിക്കേണ്ട തുക തിരികെ ലഭിക്കും. പുതിയ വരുമാന മാർഗങ്ങളെക്കുറിച്ച് ചിന്തിക്കുവാനുള്ള അവസരങ്ങളുണ്ടാകും. ദീർഘകാല പദ്ധതികൾക്ക് തുടക്കമിടുക എന്ന് തുടങ്ങിയ അനുകൂലമായ സാഹചര്യങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ്. ചിലവുകൾ നിയന്ത്രിച്ചുകൊണ്ട് മുന്നോട്ട് പോയാൽ നിങ്ങളുടെ ഭാവി ജീവിതത്തിൽ കൂടുതൽ നേട്ടങ്ങൾ കൈവരിക്കുവാനുള്ള വഴിയൊരുങ്ങും. അതുപോലെ വീട്, ഭൂമി, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വളരെയധികം ഗുണഫലങ്ങൾ ഉണ്ടാകും. ഏറെ നാളുകളായി നിങ്ങൾ ആലോചിച്ചിരുന്ന തീരുമാനത്തിലേക്ക് ആത്മവിശ്വാസത്തോടെ നീങ്ങുവാൻ കഴിയുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം വർദ്ധിക്കുവാനും ബന്ധങ്ങളിൽ ഉണ്ടായിരുന്ന അകലം കുറയ്ക്കുവാനും കഴിയുന്നതാണ്. ഒരുമയോടെ മുന്നോട്ട് പോകുവാൻ നല്ല ഒരു സമയം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നെത്തിയിരിക്കുന്നത്. ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് പുതിയ ഉപഭോക്താക്കളെ കണ്ടെത്തുവാനും പഴയ ബന്ധങ്ങളെല്ലാം തന്നെ വീണ്ടും സജീവമാക്കുവാനും കഴിയും. ശ്രദ്ധാപൂർവമായ നിങ്ങളുടെ തീരുമാനങ്ങളിലൂടെ വളരെ വലിയ വളർച്ചയുണ്ടാകും. വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ഏകാഗ്രതയും ആത്മവിശ്വാസവും ലഭിക്കുന്നതാണ്. നിങ്ങൾക്ക് ഈയൊരു സമയം ഭാഗ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ചിലർക്ക് അപ്രതീക്ഷിതമായ സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. അതുപോലെ സന്തോഷ വാർത്തകളോ ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ ഉദയം ചെയ്യുന്നതാണ്. ഈയൊരു സമയം നിങ്ങൾക്ക് ലോട്ടറി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ ശ്രമിച്ചാൽ വിജയം ഉറപ്പാണ്. എന്നാൽ ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഉത്തരവാദിത്തോടെ സമീപിക്കുകയും സാമ്പത്തികമായ തീരുമാനങ്ങളെല്ലാം തന്നെ വിവേകത്തോടെ
ഉത്തരവാദിത്തോടെ എടുക്കുകയും ചെയ്യുന്നത് വളരെയധികം ഗുണകരമാണ്. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ദിവസവും പ്രഭാതത്തിൽ നിങ്ങളുടെ ഇഷ്ടദേവതയോ അതുമല്ലെങ്കിൽ നിങ്ങളുടെ ദേവനെയോ മനസ്സിൽ സ്മരിച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി സങ്കല്പത്തിൽ ദീപം തെളിയിക്കുക. കഴിയുമെങ്കിൽ ക്ഷേത്ര ദർശനം നടത്തുകയോ അന്നദാനമോ മറ്റ് ചെറിയ ദാനധർമ്മങ്ങളോ ചെയ്യുന്നത് ഇരട്ടി ഫലം സമ്മാനിക്കും. പ്രത്യേകിച്ചും ഈയൊരു കാലം നിങ്ങളുടെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹം തേടുന്നതും ഗുണകരമാണ്. അനാവശ്യമായ തർക്കങ്ങളും ദേഷ്യവും ഒഴിവാക്കി ശാന്തത പാലിക്കാൻ ശ്രമിച്ചാൽ ഇരട്ടി ഫലം നിങ്ങളുടെ ജീവിതത്തിൽ ഈയൊരു സമയം വന്നു ചേരും. അടുത്തത് മകരം രാശിക്കാരാണ്. മകര രാശിക്കാരായ നിങ്ങൾക്ക് നിങ്ങളുടെ രാശ്യാധിപനായ ശനി 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ അസാമാന്യ ധൈര്യവും പ്രതാപവും നിങ്ങൾക്ക് കൈവരും. പുതിയ വീട്, വാഹനം എന്നിവ വാങ്ങുവാനുള്ള യോഗവും കർമ്മ മേഖലയിൽ സ്ഥാനക്കയറ്റവും അതുപോലെ അപ്രതീക്ഷിത ധനയോഗവും നിങ്ങൾക്കുണ്ടാകും. അതായത് കർക്കിടക വാവ് കഴിഞ്ഞുള്ള ഈയൊരു കാലഘട്ടം മകരം രാശിക്കാരിൽ പലർക്കും പുതിയ പ്രതീക്ഷകൾക്കും ജീവിതത്തിൽ വലിയ മുന്നേറ്റം അനുഭവപ്പെടുന്നതിനും അനുകൂലമായ കാലമാണ്. കഴിഞ്ഞ മാസങ്ങളായി നിങ്ങളെ അലട്ടിയിരുന്ന എല്ലാവിധ പ്രശ്നങ്ങളും മാറിക്കിട്ടും. പ്രത്യേകിച്ചും നിങ്ങളുടെ മനസ്സ് ശാന്തമാകുന്നതാണ്. അതായത് നിങ്ങളുടെ മനസ്സിൽ ഭയവും ആശങ്കയും സമ്മാനിച്ചിരുന്ന വിഷയങ്ങളിൽ കൂടുതൽ വ്യക്തത ലഭിക്കുന്നതാണ്. ആത്മവിശ്വാസത്തോടെ തന്നെ മുന്നോട്ട് പോകുവാനുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ രൂപപ്പെടും. ഇതുവരെ നിങ്ങൾ കണിഞ്ഞ് പരിശ്രമിച്ചിട്ടും ഫലം വൈകിയെന്ന് തോന്നിയിരുന്ന കാര്യങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ ക്രമേണ അനുകൂല മാറ്റങ്ങൾ കാണുവാൻ കഴിയുന്നതാണ്. ജോലി സ്ഥലത്ത് നിങ്ങളുടെ കഴിവുകൾ അംഗീകരിക്കപ്പെടുകയോ പുതിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുകയോ ചെയ്യും. തൊഴിൽ തേടുന്ന ആളുകൾക്ക് പ്രതീക്ഷ നൽകുന്ന വാർത്തകൾ കേൾക്കുവാനും യോഗമുള്ള കാലമാണ്. സർക്കാർ ജോലിക്കായി തയ്യാറെടുക്കുന്ന ആളുകൾക്ക് നിങ്ങളുടെ പഠനത്തിലും പരിശീലനത്തിലും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും അനുയോജ്യമായ അവസരങ്ങൾ ലഭിക്കുമ്പോൾ മികച്ച പ്രകടനം കാഴ്ചവെക്കുവാനുമുള്ള ഒരു കാലഘട്ടമാണ്. വിദ്യാഭ്യാസ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ ഏകാഗ്രതയും ആത്മവിശ്വാസവും ലഭിക്കും. പരീക്ഷകൾ, മത്സര പരീക്ഷകൾ, അഭിമുഖങ്ങൾ എന്നിവയ്ക്കായി തയ്യാറെടുക്കുമ്പോൾ നിങ്ങൾക്കൊരു സ്ഥിരമായ പരിശ്രമം തുടർന്നാൽ നല്ല മുന്നേറ്റം കൈവരിക്കുവാനുള്ള ഭാഗ്യമുണ്ട്. അധ്യാപകരുടെയും മാതാപിതാക്കളുടെയും പിന്തുണ പ്രയോജനപ്പെടുത്തുക. അതുപോലെ സാമ്പത്തികമായ കാര്യങ്ങളിൽ ചിലർക്ക് കുടിശ്ശികയായി ലഭിക്കേണ്ട തുക തിരികെ ലഭിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ വഴി തുറന്നു കിട്ടും. ചെലവുകളിൽ വിവേകം പുലർത്തുകയും ദീർഘകാല ലക്ഷ്യങ്ങൾ മുൻനിർത്തി പ്രവർത്തിക്കുകയും ചെയ്താൽ സാമ്പത്തികമായ വലിയ സ്ഥിരത കൈവരിക്കുവാൻ സഹായകരമാകുന്ന തീരുമാനങ്ങൾ എടുക്കുവാനും കഴിയുന്നതാണ്. ഭൂമി, വീട്, വാഹനം എന്നീ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് വലിയ നേട്ടങ്ങൾ ഉണ്ടാകും. ഏറെ നാളുകളായി ആലോചിച്ചിരുന്ന വീട് പുതുക്കി പണിയൽ, അതുമല്ലെങ്കിൽ സ്ഥലം വാങ്ങൽ, അല്ലെങ്കിൽ മറ്റ് സ്വത്ത് സംബന്ധമായ കാര്യങ്ങൾ, ഇവയിലെല്ലാം തന്നെ നിങ്ങൾക്ക് അനുകൂല മാറ്റം പ്രതീക്ഷിക്കാം. ഓരോരുത്തരുടെയും ജീവിത സാഹചര്യങ്ങൾ വ്യത്യസ്തമായതിനാൽ ഞാൻ ഈ പറയുന്ന ഫലങ്ങളിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകും. വ്യാപാരം ചെയ്യുന്ന ആളുകൾക്ക് പുതിയ ബന്ധങ്ങൾ, പുതിയ ആശയങ്ങൾ അല്ലെങ്കിൽ വ്യാപാരം മെച്ചപ്പെടുത്തൽ സഹായകരമായ അവസരങ്ങൾ എന്നിവ ലഭിക്കുന്നതാണ്. ഭാഗ്യവുമായി ബന്ധപ്പെട്ട് ചിലർക്ക് അപ്രതീക്ഷിത സാമ്പത്തിക നേട്ടങ്ങൾ ഉണ്ടാകും. ലോട്ടറി, ചിട്ടി പോലുള്ള ഭാഗ്യ പരീക്ഷണങ്ങളിൽ വലിയ വിജയം ഉറപ്പാണ്. ഈയൊരു കാലം നിങ്ങൾ ഭാഗ്യത്തെ മാത്രം ആശ്രയിക്കാതെ ഉത്തരവാദിത്തോടെ സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കുകയും വിവേകത്തോടെ മുന്നോട്ട് പോവുകയും ചെയ്യുക. നിങ്ങൾ ദോഷശമനത്തിനും ഗുണവർദ്ധനവിനുമായി ശനിയാഴ്ച ദിവസങ്ങളിൽ ശനീശ്വര ക്ഷേത്രമോ ശിവക്ഷേത്രമോ സന്ദർശിക്കുക. എള്ളെണ്ണ ദീപം തെളിയിക്കുകയോ അന്നദാനം പോലുള്ള ദാനധർമ്മങ്ങളിൽ പങ്കാളിയാകുകയോ ചെയ്യുന്നത് ആത്മീയമായ സംതൃപ്തി സമ്മാനിക്കും. നിങ്ങളുടെ മാതാപിതാക്കളുടെയും ഗുരുജനങ്ങളുടെയും അനുഗ്രഹം തേടുക. ഈയൊരു സമയം നിങ്ങൾ പ്രധാനമായും സത്യസന്ധത, ക്ഷമ, കരുണ എന്നിവ ജീവിതത്തിൽ പാലിക്കുവാൻ ശ്രമിക്കുന്നത് വളരെ വലിയ നേട്ടങ്ങൾക്ക് കാരണമാകും. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരനാമത്താൽ വന്നു ചേരട്ടെ.